ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എന്താ എടുത്തേക്കുന്നേ? അരി നമ്മുടെ റേഷനരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി കഴുകാൻ പോവാണ്. ഓക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് എങ്കിലും ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ പുറത്തുനിന്നൊന്നും മേടിക്കാൻ കാശില്ലാതിരുന്ന സമയങ്ങളിലൊക്കെ അമ്മയും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഈ അമ്മ കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റേഷനരിയും കൂടെ അതിൻ്റെ നല്ലപോലെ കഴുകണം, അല്ലാത്തരിയാണെങ്കിലും കഴുകണം. അപ്പോൾ എന്തായാലും നന്നായിട്ട് കഴുകിയിട്ട് എന്താ ചെയ്യണ്ടേ? റേഷനരി ആയതുകൊണ്ട് അപ്പോൾ ഇത് റേഷനരി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വെള്ള ഇതൊക്കെ കിടക്കുന്നുണ്ടോ? അരി കാണിച്ച അരി എടുത്ത്. നല്ല അരിയാണ് കേട്ടോ. പഴയ പോലെയുള്ള മറ്റേ കുത്തനും അതും ഇതുള്ളതൊന്നുമല്ല. നല്ല അരി, പുതിയ അരിയാണ്. ഇത് നന്നായിട്ടൊരു നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട് കഴുകുന്ന അത്രയും ഇത് കഴുകിയിട്ട് വെള്ളം തോർക്കാനായിട്ട് അരിപ്പേര് ഇത് വെക്കണം. അപ്പോൾ വെള്ളം മുഴുവൻ തോർന്ന് കിട്ടും. 5 പ്രാവശ്യം കഴുകണം. റേഷനരി ആയതുകൊണ്ട് ഇതെല്ലാം പോകണം ശരിക്കും. അതെ, ആ വെള്ളം നന്നായിട്ട് വെള്ളയായിട്ട് വരണം. അല്ലെങ്കിൽ റേഷനരിക്ക് ഒരു ചൊവയുണ്ട് കേട്ടോ. അരിയിടാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഈ അരിപ്പയിലേക്ക് അമ്മ വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം എല്ലാം പോയി തീരണം. അതെ, അമ്മ അരിപ്പയിലേക്ക് അത് വാരിയിട്ടിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ വെള്ളം പോയി സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത പരിപാടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. എനിക്ക് കഴിക്കാൻ തോന്നി, അപ്പോൾ അങ്ങനെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. ഇതെന്തായാലും തോരുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ അമ്മ കുളിക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കുണ്ടാക്കാം. അതെ, അപ്പോൾ നമ്മുടെ അരിതേ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ തുറന്നു കൊണ്ടറിയാം. വെള്ളമൊക്കെ തുറന്ന് സെറ്റായി. അപ്പോൾ നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട്. സ്ഥിരം വറക്കുന്ന ചട്ടി ഇതാണ് കേട്ടോ. ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ ചട്ടി. പിന്നെ നമ്മൾ മൂടാനും വേണ്ടി അല്ലാണ്ട് ഇത് ഉപയോഗിക്കാറില്ല. ചട്ടി ചൂടാവട്ടെ. അതെ, ശരിക്കും ചട്ടി ചൂടാവട്ടെ. അപ്പം നന്നായിട്ട് ചട്ടി ചൂടാകുമ്പോൾ ഇതങ്ങോട്ട് ഇട്ടിട്ടങ്ങ് വറുത്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, ഇട്ടോളൂ. പകുതി മതി. ആദ്യം പകുതിയാണ് ഇടണ്ടേ? കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നല്ലോ. കുഴപ്പമില്ല. അപ്പോൾ അതെ, ഇനി ഇത് വറുത്തെടുക്കാൻ പോകണേ. വേറെ അമ്മയുടെ കുഞ്ഞിലെ അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയുടെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. നിങ്ങളും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പണ്ടത്തെ ആൾക്കാർക്കാട്ട് ഇതൊക്കെ ശരിക്കും ഉണ്ടാക്കാറായാലും ഇപ്പോഴും അറിയാം. ഇത് വെച്ചിട്ട് മറ്റേ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുമല്ലേ. നല്ല രീതിയിൽ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. പിന്നെ വേറെ വിശേഷം എന്താ ഉള്ളത്? കാലുവേദന എങ്ങനെയുണ്ട്? കുറഞ്ഞു. അതെ, ക്രിസ്മസ് ഒന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കോഴിക്കോട് പോണ കാര്യം കുറച്ചുകൂടെ ഇച്ചിരി ലേറ്റ് ആവും. കാരണം പോയാൽ പോരല്ലോ, കുറച്ച് കാശിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ. അതുകൊണ്ട് കുറച്ച് ദിവസമാണ് കഴിയട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ. ഇപ്പം നല്ല മാറ്റമുണ്ട് കാരണം മരുന്ന് കഴിച്ചിട്ട്. അപ്പോൾ ആ മരുന്ന് കഴിച്ച് തന്നെ നല്ല മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഒപ്പം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല മാറ്റമായി കേട്ടോ. ഇത് നല്ലപോലെ പൊട്ടിത്തെറിക്കുന്നു. ഈ ചട്ടി എത്ര വർഷം പഴക്കമുള്ളതാ? 30 വർഷം പഴക്കമുണ്ടോ ചട്ടിക്ക്? അതാണ് അതിൻ്റെ പിടിയൊന്നും ഇല്ല കേട്ടോ. ഈ 2 സൈഡിൽ പിടിയൊക്കെ ഉള്ളല്ലോ, അതൊന്നും ഇല്ല. അതെ, അതങ്ങനെ കുക്ക് ചെയ്യാൻ എടുക്കാറില്ല. പിന്നെ ഇതുപോലെ വറക്കാനൊക്കെ ഉള്ള സമയത്ത് എടുക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കൂടെ നല്ലപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൗണ്ടും. ഇതിൻ്റെ പൊട്ടത്തിച്ചിരി കുറയട്ടെ.
പൊട്ടൽ മാറുമ്പോഴാണ് അതൊരു പാകമാവുന്നല്ലേ? അയ്യോ, ഇത് പൊരിയണത് പൊരിയുമ്പോഴേ ഉണ്ടോ ഞാളക്ക സമ്മതിക്കല്ല കേട്ടോ. കത്തി തോന്നില്ല, കത്തിയെ കഴിക്കാതിരിക്കും. മതിയില്ലേ? അതേ കൂടെ അതിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഉണക്ക പാത്രം. അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാ. പൊടിച്ചെടുക്കാനുള്ളതല്ലേ? ഇടാൻ പോവാട്ടോ. ഇട്ട് കുറച്ച് കത്തിയൊന്നുമില്ല. ഇത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണേലും തിന്നാം, പക്ഷെ ഇങ്ങനെ തിന്നാൻ കടുകടുകിടുന്നിരിക്കും. അപ്പം ഇതൊന്നും തണുക്കണം ഇനി അല്ലേ? ഇതും അമ്മ ഇട്ടിട്ടുണ്ട്. ചുമയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കുത്തില് അയ്യോ അമ്മ എന്താ ചുമക്കാത്ത? ചുമ? ഓഹോ. അപ്പൊ ഞാൻ ഇത്രയും നേരം ക്യാമറയുടെ പുറകിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. കുട്ടിയമ്മ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശർക്കര സെറ്റാക്കി വെച്ചു. പിന്നെ അമ്മ രണ്ടാമത് വറുത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നും തണുക്കുകയും ചെയ്യണം. അയ്യോ, അപ്പൊ എന്തായാലും അടുത്തത് തേങ്ങയും കൂടെ ചേർക്കണം അല്ലേ? അടുത്ത് നമ്മുടെ പിള്ളേരുടെ കളി നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ത് കളിക്കാടാ നിങ്ങള്? ഇത് കൊള്ളാട്ടോ. ട്രെൻഡ് ഫുട്ബോള്, അതും എന്ത് ബാറ്റ് വെച്ച ഷെഡില് ബാറ്റ് വെച്ചിട്ട്. ഇങ്ങനത്തെ പിള്ളേർ എവിടെയെങ്കിലും ഉണ്ടോ? ബാറ്റ് അടിയില്ലേടാ. വീഡിയോ എടുത്ത സ്കില്ല് കാണിക്കട്ടെ. എന്റെ ഫോണിന്റെ എനിക്കിട്ടും കിട്ടരുത് കേട്ടോ. പക്ഷെ ഞാൻ എടുത്തായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. അങ്ങോട്ട് ഞാൻ കേട്ടോ. ഓടി വന്നിട്ടില്ല. എടാ അപ്പൊ തേങ്ങ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ശർക്കര, പിന്നെ കുറച്ച് ഏലക്ക, പിന്നെ ജീരകം, നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇത് ഒന്ന് തണുക്കട്ടെ, അതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മിക്സിയിലേക്ക് ഇടുക കേട്ടോ. നന്നായിട്ട് പൊടിക്കാൻ പറ്റിയല്ല? നന്നായിട്ട് പൊടിക്കത്തില്ല. നന്നായിട്ട് പൊടിക്കത്തില്ലേ? ഒന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ശരി ശരി. ഒത്തിരി പൊടിയുണ്ടേ? അപ്പോൾ അതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഇട്ടു. ജീരകം ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ഇടുവാണേ. എന്ത് ചെയ്യാൻ പോവാ? ശർക്കര ഇടാൻ. ശർക്കര എടുത്തിട്ടുണ്ട്, ശർക്കര ഇടാൻ പോവാ കേട്ടോ. ഒത്തിരി ശർക്കരയാണ്. നീ ഇടും കൂട് മാതിരിച്ചങ്ങ് മൊത്തം വേണ്ട, ഇട്ടോ. മധുരം കൊണ്ട് വയറ് വെക്കത്തില്ലായിരിക്കും. അത് സാരമില്ല, ഇതൊക്കെ ഉണ്ട്. ശർക്കര അരച്ചിട്ട് ഇതെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇട്ട് പൊടിക്കുക. നല്ല ഇതിലേക്ക് ഇടാൻ പോകണേ. ഓക്കെ, ചക്കര ഏലക്കായും ബാക്കി ഇരുന്ന അരിയും കൂടെ പൊടിച്ചതാണിത്. അതെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ ചെയ്യണ്ടേ? തേങ്ങ ഇടുക. തേങ്ങ ഇട്ടു. ഇളക്കി എടുക്കാം. അരിപ്പൊടി റെഡിയായി. ഇതേ അരി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. കഴിച്ചു നോക്കി. അമ്മ കഴിച്ചോ? കഴിച്ചിട്ട് പറ.
അടിപൊളിയാണ്. എന്നാൽ ഞാനൊന്ന് ചായ ഇടട്ടെ. ഇത് ബാക്കി ഞാൻ തിന്നുന്നത് അഭിപ്രായമൊക്കെ പറയുന്നതായിരിക്കും. ചായ ഇടാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 2 ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ഗ്ലാസ് പാൽ ഒഴിക്കാം. കറക്റ്റ് സമയത്തിൻ്റെ എൻ്റെ ഇടപെടൽ മൂലം തിളച്ച് പോയില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റേഷനരിയൊക്കെ മേടിച്ചിട്ട് കൊള്ളില്ലാന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. നിങ്ങളത് ഉണ്ടാക്കാറുണ്ടാവും, എനിക്ക് അറിയാം നിങ്ങളതൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിച്ച് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. കൊള്ളാം. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മുടെ അന്നക്കുട്ടി ചേച്ചിയുടെ പട്ടിയുടെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ അതിൽ അവനെ കല്ലെടുക്കുന്നതായിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. ഫുൾ വീഡിയോ കണ്ടവർക്ക് ഇത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഷോർട്സ് കണ്ടിട്ട് അതിനകത്ത് കുറേ നെഗറ്റീവ് വന്നു കേട്ടോ. അമ്മേനെ അങ്ങനെ പറഞ്ഞു തള്ളാന്നൊക്കെ വിളിച്ച് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം. ജസ്റ്റ് അത് നിങ്ങളുടെ അടുത്തൊന്ന് പറയണം, ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ആരെങ്കിലും പറഞ്ഞാരെങ്കിലും കാണുന്നുണ്ട് ഈ വീഡിയോ. അവനെ എറിയാൻ വേണ്ടി എടുത്തതല്ല, അവനെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് മാത്രമാണ് കേട്ടോ. അവന് അത്രയും നേരം ഇവിടെ കളിച്ച് നടന്നവനാണ്. പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറിയതാണ് കേട്ടോ. അങ്ങനെ അവനെ ചുമ്മാ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്, അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. അപ്പോൾ അവനും ആ മുറ്റത്ത് നമ്മുടെ തിണ്ണയിലൊക്കെ വന്ന് കിടക്കുന്നതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇവനെ അന്നക്കുട്ടി ചേച്ചി നമ്മുടെ വീടിൻ്റെ അകത്ത് നിന്ന് കരയുന്നത്, അതായത് ചേട്ടൻ്റെ കാര്യം പറഞ്ഞ് കരയുന്ന പുള്ളി കണ്ടു. കാരണം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്ര എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പുള്ളി ആ പുറത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടാകും. അപ്പോൾ അവന്മാരെല്ലാവരും കൂടെ ഉള്ളി വന്നിട്ട് അപ്പോഴാണ് ചേച്ചി കരഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ അവന് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തോ ചെയ്തതാണെന്ന് ആ ഒരു ദേഷ്യമാണ് അവൻ കാണിച്ചത്. അതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് കടിക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട് അവന്. അപ്പോൾ അന്നക്കുട്ടി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് കെട്ടിയിടണമെന്ന്. കാരണം പിള്ളേരൊക്കെ ഏത് സമയം ഇവിടെ കളിക്കുന്നതായതുകൊണ്ട്. പിന്നെ നമ്മളെ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ നോക്കണമല്ലോ. ഇപ്പം വടിയെടുക്കുക അല്ല കല്ലെടുത്ത് കാണിക്കുക എന്നല്ലാതെ നമ്മളത് എറിഞ്ഞില്ല. കാണിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. ഒരു പട്ടി ഇപ്പോൾ കടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഓടരുത്, വടിയെടുത്ത് വീശണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കുഞ്ഞിലേ മുതൽ. അപ്പം വലിയ തെറ്റൊന്നുമല്ല, നമ്മൾ എറിഞ്ഞില്ലല്ലോ. അവനെ എറിയത്തില്ല, കാരണം അവനെ നമുക്കറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ട് എറിയത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല, ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും ദീർഘിപ്പിച്ച് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുകയേ ചെയ്യരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പേടിയാണെന്ന് അതിനെന്നാലും കത്തിക്കും ഞാൻ. ചിലത് ഫുള്ള് കത്തുന്നില്ല. ഗിൽറ്റൊക്കെ മോത്ത്. നീ അതെവിടുന്ന? ആർത്ത് ഇതിൻ്റെ അകത്തുനിന്ന് പറ്റിയതാണോ? ഓക്കെ, ശുഭം.